ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് SITയുടെ ശാസ്ത്രീയ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയുടെ സാമ്പിളുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. MG പ്രതീഷ് സന്നിധാനത്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. പ്രതീഷ്, ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണോ? 3 മണി എന്ന സമയപരിധിക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ ഒരു സാമ്പിൾ പരിശോധനയിലൂടെ, ശാസ്ത്രീയ പരിശോധനയിലൂടെ എന്താണ് SIT അന്വേഷിക്കാൻ ആലോചിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇനി അന്വേഷണത്തിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്? സുഹൈൽ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് SIT നീങ്ങിയിരിക്കുന്നത്. അതാ ശബരിമല സന്നിധാനത്ത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും സ്വർണം പൊതിഞ്ഞ മറ്റ് ഇടങ്ങളിലെയും ശാസ്ത്രീയ പരിശോധനയാണ്. ആ പരിശോധനയാണ് ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ SIT സംഘം പരിശോധന നടത്തുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ ഈ കഴിഞ്ഞ മാസം തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്ന ഘട്ടത്തിലാണ് ഈ ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ സ്ഥാപിച്ചത്. ആ ശില്പങ്ങൾ ഇളക്കിയുള്ള ഒരു പരിശോധനയായിരിക്കും SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കട്ടിളപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലും മാത്രമായിരിക്കും പരിശോധന എന്ന് കരുതിയെങ്കിൽ വിശദമായ പരിശോധന SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ ഈ ശ്രീകോവിലിന്റെ 4 കൽത്തൂണുകളിലും സ്ഥാപിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ പാളികളാണ് ഇളക്കിയിട്ടുള്ളത്. ആ പാളികൾ ഇളക്കി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ വിശദമായ പരിശോധന നടത്തും. അതിനുശേഷമാണ് ഇപ്പോൾ കട്ടിളപ്പാളികൾ ഇളക്കി പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയും നടക്കും. ഒപ്പം ദ്വാരപാലക ശില്പങ്ങളിലുള്ള പരിശോധനയിലേക്കാണ് ഇപ്പോൾ SIT സംഘം കടന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ SP ശശിധരനെ കാണാം. SP ശശിധരൻ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായി സംസാരിക്കുകയാണ്. ഈ നട ഉച്ചയ്ക്ക് അടയ്ക്കുന്ന ഘട്ടത്തിലാണ് ഇത് പരിശോധനയ്ക്കായി ഹൈക്കോടതി അനുമതി നൽകിയത്. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വിദഗ്ധരുടെ സംഘം ഈ പരിശോധന സംഘത്തിലുണ്ട്. അവരാണ് ഇത് അഴിച്ച് ഉള്ള പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങൾ യഥാർത്ഥമാണോ, അല്ലെങ്കിൽ ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം ആ ശില്പങ്ങളിൽ എന്തെങ്കിലും തിരിമറി നടത്തിയോ എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതിൽ ഒരു സ്ഥിരീകരണം കിട്ടണമെങ്കിൽ അതിൽ ശാസ്ത്രീയ പരിശോധന വേണം. ആ ശാസ്ത്രീയ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. കോടതിക്കും ഒപ്പം അന്വേഷണ സംഘത്തിനും ഇതുമായി ബന്ധപ്പെട്ട വലിയ സംശയങ്ങളുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് ശേഷം കൊണ്ടുപോയ ആ ദ്വാരപാലക ശില്പങ്ങൾ മറച്ചുവെറ്റു എന്നതടക്കമുള്ള സംശയങ്ങൾ ഉണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണത്തിനാണ്, അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ശാസ്ത്രീയ പരിശോധന ഇപ്പോൾ സന്നിധാനത്ത് നടത്തുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ 99-ൽ സ്വർണം പൊതിഞ്ഞ നിലയിലായിരുന്നു ദ്വാരപാലക ശില്പങ്ങളും ഈ കട്ടിളപ്പാളികളിലും ഉണ്ടായിരുന്നത്. പിന്നീട് അറ്റകുറ്റപ്പണി എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് പിന്നീട് ഈ സ്വർണം പൂശി തിരികെ എത്തിക്കുകയായിരുന്നു. ഈ ഇടപാട് വഴിയാണ് വലിയ സ്വർണ്ണ മോഷണം, സ്വർണ്ണ അപഹരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നത്. സ്വർണ്ണ അപഹരണത്തിനപ്പുറം ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ തന്നെ മറിച്ച് വിറ്റോ, അക്കാര്യത്തിലുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. അതിന്റെ സാമ്പിളുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിക്കും. ഇപ്പോൾ ആ വിദഗ്ധരായ ജീവനക്കാർ ദ്വാരപാലക ശില്പങ്ങളിൽ ആ ശില്പങ്ങൾ അഴിച്ചുള്ള പരിശോധന നടത്തുകയാണ്. അതിനെല്ലാം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ SIT സംഘം ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. ഏകദേശം 1 മണിയോടുകൂടി തന്നെ SIT സംഘത്തിന്റെ പരിശോധന ആരംഭിച്ചതാണ്. ഈ 4 വശത്തുമുള്ള കൽത്തൂണുകൾ ഇളക്കി മാറ്റിയുള്ള പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ നടന്നതെങ്കിൽ പിന്നീട് നിർണായകമായി കേസിൽ ഏറ്റവും നിർണായകമായ ദ്വാരപാലക ശില്പങ്ങളിൽ പരിശോധന നടത്തുന്നു എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങൾ കുറച്ച് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അതിന് കേടുപാട് പറ്റി, അതിന് മങ്ങലേറ്റു എന്ന് പറഞ്ഞ് 2025-ലും കൊണ്ടുപോയത് വലിയ ദുരൂഹതയുണ്ടാക്കിയിരുന്നു. അതിലുൾപ്പെടെ വലിയ അട്ടിമറിയും ഗൂഢാലോചനയും നടന്നു എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥമാണ്. ആ സ്വർണ്ണപ്പാളികളിൽ തിരിമറി നടത്തിയോ എന്ന് കണ്ടെത്തേണ്ടത് ഈ കേസന്വേഷണത്തെ സംബന്ധിച്ചും SITയെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കേസിൽ കൂടുതൽ ബലം കിട്ടുന്നതിന് വേണ്ടി ശാസ്ത്രീയ പരിശോധന അനിവാര്യമായതോടുകൂടിയാണ് സന്നിധാനത്തെത്തി മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ആ ശേഷവും ആ ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്. തീർത്ഥാടകരൊക്കെ തന്നെ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നട അടച്ചിരിക്കുന്ന
പോകുന്ന സമയമാണ്. ആ സമയമാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് അനുവദിച്ചത്. ആ സമയം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വിശദമായ പരിശോധന നടത്താനാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ ആ പാളികൾ അഴിച്ചെടുത്ത് അതിന്റെ തൂക്കം ഉൾപ്പെടെ പരിശോധിക്കും. ഈ സ്മിത്തിന്റെ ഉൾപ്പെടെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ സ്മിത്തിന്റെ ഉൾപ്പെടെ സാന്നിധ്യമുണ്ട്. ഈ സ്വർണം എത്ര, ഇതിന്റെ സ്വർണത്തിന്റെ അളവ്, അതിന്റെ ഒരു തൂക്കം, അതിന്റെ ക്വാളിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന അന്വേഷണ സംഘം നടത്തേണ്ടതുണ്ട്. കാരണം ഈ സ്വർണം പൊതിഞ്ഞ പാളികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സ്വർണം പൂശിയ പാളികൾ. കാരണം സ്വർണം പൊതിഞ്ഞ പാളികളിൽ ഉണ്ടായിരുന്ന ഈ സ്വർണമായിരുന്നില്ല പിന്നീട് സ്വർണം പൂശിയ ശേഷം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ സ്വർണ്ണ അപഹരണം തന്നെ ശബരിമലയിൽ നടന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.